ഇന്ന് നമ്മൾ പോകുന്നത് കോയമ്പത്തൂരിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ഇഷ ആദിയോഗി സെൻ്ററിലേക്കാണ്. ഇവിടുത്തെ സന്ദർശനം നമ്മളെ ബാധിച്ചിരിക്കുന്ന സ്ട്രെസ് മാറ്റുവാൻ പറ്റിയ നല്ലൊരു മാർഗമാണ്. ശാന്തതയും സമാധാനവും ലഭിക്കുവാൻ ഇവിടുത്തെ സന്ദർശനം ഉത്തമമാണ്. ആദിയോഗി എന്നാൽ യോഗയുടെ ആദ്യ ഗുരു എന്നാണ് അർത്ഥം. ആത്മീയാചാര്യൻ ജഗ്ലി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ. പശ്ചിമഘട്ടത്തിൻ്റെ അരികിലായി വെള്ളിയാങ്കരി മലനിരകളുടെ താഴ്വരയിലുള്ള ഈ പ്രതിമ 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ടാണ് നിർമ്മിച്ചത്. (112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 24.99 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ അർദ്ധകായ പ്രതിമയെന്ന ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ പുൽമൈതാനവും കടന്നു വേണം നമുക്ക് പ്രതിമയുടെ അടുത്ത് എത്താൻ. എന്നാൽ വിശാലമായ മൈതാനത്ത് ഒരു തണൽ വൃക്ഷം പോലുമില്ല എന്നത് ഖേദകരമാണ്. അതിശക്തമായ വെയിലാണിവിടെ. ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ആദിയോഗി പ്രതിമ അനാവരണം ചെയ്തത്.
ആദിയോഗി പ്രതിമയുടെ 112 അടി ഉയരം എന്നത് യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷം നേടാനുള്ള 112 മാർഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ശിവഭഗവാന്റെ കഴുത്തിലെ സർപ്പം പ്രകൃതി സൗഹാർദ്ദത്തിൻ്റെയും ജീവജാലങ്ങളോടുള്ള സഹവർത്തിത്വത്തിൻ്റെയും തെളിവാണെന്നതാണ് വിശ്വാസം. കോയമ്പത്തൂരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയായി ഇഷ ഫൗണ്ടേഷനിലാണ് ആദിയോഗി ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത്. യോഗയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ആദ്യത്തെ യോഗി എന്നാണ് പറയപ്പെടുന്നത്. യോഗയുടെ ഉപജ്ഞാതാവ് ശിവനാണ്. ഈ കാളവണ്ടിയിൽ കയറ്റിയാണ് ആളുകളെ യോഗാസനത്തിൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നടന്നും പോകാം. 500 മീറ്ററുണ്ട്. രണ്ട് സൈഡിലുമായിട്ട് ആൾക്കാർക്ക് ഇരിക്കുവാൻ സാധിക്കും. ഒരാൾക്ക് ഏകദേശം 10 രൂപയാണ് അവർ വാങ്ങുന്നത്. ആ കാളയുടെ ചാണകം അന്നേരം തന്നെ കോരി മാറ്റി അവിടെ വെള്ളം തെളിച്ച് ശുദ്ധി ചെയ്യും. ഒരു വൃത്തികേടും നമുക്കവിടെ കാണാൻ സാധിക്കുകയില്ല. ഇത് ലാഭേച്ഛയില്ലാത്ത ഒരു സംഘടനയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തിക്കുന്നത്. ആദിയോഗി പ്രതിമയുടെ ചുറ്റും ചെറിയ ശൂലങ്ങൾ കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നു. ഇവയുടെ കഴുത്തിൽ ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ടുള്ള മാലയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ 1,08,000 രുദ്രാക്ഷം ഉപയോഗിച്ചിരിക്കുന്നു.
ഈ പ്രതിമയ്ക്ക് മുന്നിൽ പതിവായി സാംസ്കാരിക പരിപാടികൾ, ഗെയിമുകൾ, പ്രഭാഷണങ്ങൾ എന്നിവ നടത്താറുണ്ട്. ഈ പ്രതിമയ്ക്ക് മുമ്പിലായി ചെറിയൊരു ആരാധനാലയമുണ്ട്. ഇവിടെ വിവിധ തരത്തിലുള്ള പൂജകൾ നടത്തുന്നു. ഈ കാളവണ്ടിയിലുള്ള യാത്ര നമ്മളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്നതായി തോന്നുന്നു. ഒരു വെറൈറ്റി യാത്രയാണ്. ഏകദേശം 150 ഏക്കർ വനഭൂമി വെട്ടിത്തെളിച്ചാണ് ഇവിടം സജ്ജമാക്കിയിരിക്കുന്നത്. വനഭൂമിയാണെങ്കിലും കുന്നുകളോ താഴ്വരകളോ ഇല്ലാത്ത നിരപ്പായ ഭൂമിയാണിവിടം. എന്നാൽ വിശാലമായ മൈതാനത്തെ ഒരു തണൽ പോലുമില്ല. അതിനാൽ നല്ല വെയിലാണ് അനുഭവപ്പെടുന്നത്. ശിവപ്രതിമയുടെ അടുത്ത് ചെല്ലാൻ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഒത്തിരി നടക്കണം. നിങ്ങൾ പോവുകയാണെങ്കിൽ വൈകുന്നേരം പോകുവാൻ ശ്രദ്ധിക്കണം. എന്നാലേ അവിടുത്തെ പ്രധാന കാഴ്ചയായ ലേസർ ഷോ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് നിരവധി സ്റ്റാളുകൾ നമുക്ക് കാണാം. ചായ, കാപ്പി, ചെറുകടികൾ ഒക്കെ നമുക്ക് അവിടുന്ന് വാങ്ങി കഴിക്കുവാൻ സാധിക്കും. കൂടാതെ മാല, വള, അങ്ങനത്തെ കടകളും പാവകൾ വിൽക്കുന്ന കടകൾ എല്ലാം നമുക്കവിടെ കാണുവാൻ സാധിക്കാം. ഒരു ദിവസം മുഴുവൻ കാണുവാനുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട്. പ്രതിമയുടെ പുറകിലായി ഏകദേശം 500 മീറ്റർ മാറി വലിയ ഒരു ആശ്രമമുണ്ട്. അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അവിടേക്ക് നമുക്ക് നടന്നും പോകാം, കാളവണ്ടിക്കും പോകാം. കാളവണ്ടിക്ക് ഒരാൾക്ക് 10 രൂപ കൊടുത്താൽ മതിയാവും. എന്നാൽ ആശ്രമത്തിനുള്ളിലേക്ക് ക്യാമറ, മൊബൈൽ തുടങ്ങിയവ കൊണ്ടുപോകാൻ അനുമതിയില്ല. ബാഗും മൊബൈലും ഒക്കെ സൂക്ഷിക്കുവാൻ അവിടെ പ്രത്യേക സൗകര്യമുണ്ട്. ഇത് തികച്ചും സൗജന്യമാണ്. ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഈ ആശ്രമത്തിൽ ക്ഷേത്രം, വലിയ ശിവലിംഗം, സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നീ വലിയ കുളങ്ങൾ, യോഗ ചെയ്യുന്നതിനുള്ള പ്രത്യേക സ്ഥലങ്ങൾ തുടങ്ങിയവ സജ്ജീകരിച്ചിരിക്കുന്നു. ആ കാണുന്നത് ആശ്രമത്തിൻ്റെ മെയിൻ ഗേറ്റാണ്. സൂര്യകുണ്ടിൽ കുളത്തിലിറങ്ങി കുളത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക ശിവലിംഗത്തിൽ ആണുങ്ങൾക്ക് അഭിഷേകം ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ചന്ദ്രകുണ്ട് എന്ന കുളത്തിലും ഇതുപോലുള്ള സൗകര്യമുണ്ട്. എന്നാൽ അവിടേക്ക് ആണുങ്ങൾക്ക് പ്രവേശനമില്ല. ശിവപ്രതിമയ്ക്ക് മുന്നിൽ കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുന്നു. ഇനി ഇതുപോലുള്ള വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ കഴിഞ്ഞാണ് ലേസർ ഷോ തുടങ്ങുന്നത്. ആശ്രമത്തിൽ ഏകദേശം 9 അടിയോളമുള്ള ശിവലിംഗത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ
ഗോവണി വഴി കയറി പാലഭിഷേകത്തിന് ഭക്തർക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നു. യോഗ സെൻറ്റർ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 8 മണി വരെ തുറന്നിരിക്കും. യോഗ സെൻറ്ററിൽ കയറിയാൽ ഭയങ്കര നിശബ്ദതയാണ്. യോഗയിലും ധ്യാനത്തിലും താല്പര്യമുള്ളവർ തീർച്ചയായും ഇവിടം സന്ദർശിക്കേണ്ടതാണ്. നിരവധി വിദേശികളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നിങ്ങളിവിടെ വരികയാണെങ്കിൽ അതിരാവിലെ വരുന്നതിന് ശേഷം ആശ്രമത്തിന് ചുറ്റും കണ്ട് വൈകുന്നേരത്തോടു കൂടി ആദിയോഗി പ്രതിമയ്ക്ക് സമീപം വരിക. വൈകുന്നേരം ശിവപ്രതിമയുടെ മുന്നിലുള്ള മൈതാനത്ത് വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ ആസ്വദിച്ച് തുടർന്ന് വർണ്ണാഭമായ ലേസർ ഷോയും കാണുവാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് വിജയിപ്പിക്കുമല്ലോ. നന്ദി.